സൂപ്പർ പ്രൈം ടൈം ചർച്ച തുടരുന്നു. ശ്രീ അനിൽ അക്കര, ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞു ഇന്ന് പല കാര്യങ്ങളും ഞങ്ങൾക്കും പറയാമായിരുന്നു, ഇപ്പോഴും ഞങ്ങൾക്ക് വേണമെങ്കിൽ പറയാവുന്ന കാര്യങ്ങളുണ്ട്. ഷംസീറിൻ്റെയും ധ്വനി അത് തന്നെയാണ്. ഈ വേണ്ടപ്പെട്ടവർ CPM എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ മുഴുവൻ നിങ്ങൾക്കും വേണ്ടപ്പെട്ടവരാണ്. അതുകൊണ്ട് നമുക്കത് ഒത്തുതീർന്നു പോകാം എന്നതാണ് അവിടെ നിന്ന് ഉയരുന്നൊരു ശബ്ദം. അല്ല, ഇവർ നേരത്തെ തന്നെ ഒരുപാട് വിഷയങ്ങൾ പറയാവുന്നതൊക്കെ പറഞ്ഞു, കേസെടുക്കും, അതൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തി നോക്കിയതാണ്. അതൊന്നല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്, ഞാൻ ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ചത് ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ലോക കേരള സഭ എന്ന് പറയുന്നത് CPM ഒരു സൃഷ്ടിയാണ്. 5 കോടി രൂപ ചെലവ് ചെയ്ത് ഇനി 19 കോടി ചെലവ് ചെയ്യാൻ പോകുന്നു. സ്വാഭാവികമായും കേരളത്തിലെ പ്രവാസികൾ വളരെ ആഗ്രഹത്തോടു തന്നെയാണ് കാണുന്നത്. അപ്പോൾ അതിനിടയിലാണ് ആ സഭയ്ക്കും തുടർന്നുള്ള പ്രക്രിയയ്ക്കും തടസ്സം എന്ന രീതിയിലാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്നത്. ഇവിടെ കോടിയേരി ബാലകൃഷ്ണയോ കുടുംബത്തെയോ വ്യക്തിപരമായ ആ രീതിയിലേക്ക് ആരും പോകണ്ട. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ചരിത്രം നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ സഖാവ് കൃഷ്ണപിള്ളയും AKGയും ഉൾപ്പെടെയുള്ള ആളുകൾ പാലോറ മാത ആടുംകുട്ടീനെ വിറ്റിട്ടാണ് ഈ ദേശാഭിമാനി ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഒരു പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയെക്കുറിച്ച് ആളുകൾ ചർച്ച ചെയ്യും. നമ്മൾ നിയമസഭയിലേക്ക് നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് എൻ്റെ ഭാര്യയുടെ സ്വത്ത് എഴുതി കൊടുക്കും, ആഭരണത്തിൻ്റെ കണക്ക് എഴുതി കൊടുക്കും, മക്കളുടെ സ്വത്തും കണക്കും എഴുതി കൊടുക്കും. എന്ന് വെച്ചാൽ എന്താ, അത് നമ്മളൊരു പൊതു സംവിധാനത്തിൻ്റെ ഭാഗമാകുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ കോടിയേരി ബാലകൃഷ്ണൻ്റെ സ്വത്തും കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ്റെ സ്വത്തും ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ സ്വാഭാവികമായി അത് ചർച്ച ചെയ്യും. അതിലെന്താണ് തെറ്റ്? അങ്ങനെ ചർച്ച ചെയ്യുമ്പോഴാണ് എങ്ങനെ ഇവർക്ക് ഈ 13 കോടി രൂപയുടെയും ഞാൻ നേരത്തെ പറഞ്ഞ 100 ചില്ലാനം കോടി രൂപയുടെയും കണക്കിലേക്ക് പോകുന്നു. ഞാൻ നിസ്സാരമായി പറഞ്ഞതല്ല. നിയമസഭയിൽ തോമസ് ഐസക് അവതരിപ്പിച്ച ബഡ്ജറ്റിനകത്ത് വടക്കാഞ്ചേരി വില്ലേജിൽ 43 ഏക്കറിൽ വ്യവസായ പാർക്ക് തുടങ്ങാൻ പോകുന്നു എന്നാണ് പറയുന്നത്. വടക്കാഞ്ചേരിയിൽ എവിടെയാണ് ഈ 43 ഏക്കർ? എനിക്ക് എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട സ്ഥലമാണ്. ഈ ശംസീർ പറഞ്ഞ പോലെ വടക്കാഞ്ചേരി വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. ഭരതന്റെ നാട്, ഗീതാനന്ദൻ നാട്. നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവനല്ലേ, എന്തിന് പ്രവാസി വ്യവസായികളെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തുന്നു? പ്രവാസി വ്യവസായികളെ അപകീർത്തിപ്പെടുത്തിയിട്ടില്ല. യൂസഫലി മാത്രമല്ല ബിനോയ് കൊടിയേരിയും ബിനേഷ് കൊടിയേരിയും ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട പ്രവാസിയാണ്, തർക്കമില്ല. അവരൊക്കെ ഈ നാട്ടിലേക്ക് തിരിച്ചു വരണം. ഇവിടെ ബിനേഷ് കൊടിയേരി, ബിനോയ് കൊടിയേരി തിരിച്ചു വരണം. ബിനോയ് കൊടിയേരി അല്ലല്ല, അങ്ങനെ പറയല്ലേ. ബിനോയ് കൊടിയേരി തിരിച്ചു വരണം, ബിനേഷ് കൊടിയേരി അങ്ങോട്ട് പോകണം. അല്ല, അത് ആർക്കത്തിന് എത്ര സംശയം? ഇവർക്ക് മാത്രമാണ് സംശയം. ഇവരാണ് നേരത്തെ പറഞ്ഞത് അവിടെ ഒരു കേസുമില്ല, സ്വഭാവ സർട്ടിഫിക്കറ്റ് കൊണ്ടുവന്നിരിക്കുന്നു. ഇതൊന്നുമല്ല എന്ന് തെളിയിക്കപ്പെട്ടല്ലോ. ഈ പരാതി ഞങ്ങളല്ലോ കൊണ്ടുവന്നത്. ഈ പരാതി കൊടുത്തത് CPMന്റെ പോളിറ്റ് ബ്യൂറോയ്ക്കല്ലേ? ശരിയാണ്. അതെല്ലാം ചർച്ച ചെയ്താണ്. അനിലിന്റെ മറ്റു ചർച്ചയിലേക്ക് പോകേണ്ടത് അനിൽ ഇറങ്ങുകയും ചെയ്യാം. ശ്രീ KS ഹരിഹരൻ, ഇവിടെ ഇപ്പോൾ അനിലിന് മറുപടിയായി ഇടയ്ക്ക് ഷംസീർ പറയുകയായിരുന്നു പണക്കാരോട് നിങ്ങൾക്ക് അസൂയയാണ് എന്ന്. CPMന്റെ ഒരു നേതാവാണ് ഷംസീർ. പണക്കാരോട് അസൂയയാണോ എന്നാണ് ചോദിക്കുന്നത്. മുഖ്യമന്ത്രിയും ഇത് തന്നെ സഭയിൽ പറഞ്ഞ് നാം കേട്ടതാണ്. എവിടെയെങ്കിലും പോയി കഷ്ടപ്പെട്ട് കുറച്ച് പൈസ ഉണ്ടാക്കിയാൽ അത് കുറ്റമാണോ എന്ന് തോമസ് ചാണ്ടി വിവാദത്തിൽ. അങ്ങനെ പൈസ കഷ്ടപ്പെട്ടുണ്ടാക്കിയ തോമസ് ചാണ്ടി ഏതൊക്കെ തരത്തിലാണ് അദ്ദേഹം കഷ്ടപ്പാടുകൾ അനുഭവിച്ചത്, അദ്ദേഹം എന്ന കഷ്ടപ്പാടിനെ എങ്ങനെയാണ് കേരളം സഹിച്ചത്, ഇതൊക്കെ നമ്മുടെ മുന്നിൽ ഇപ്പോൾ നിൽക്കുകയാണ്. പിന്നെ അകലം പാലിക്കുക എന്നതാണ് അടുത്ത തന്ത്രം. ഇത് പല കേസുകളിൽ പല രൂപത്തിൽ വരികയാണ്. ഇവരുമായി ബന്ധപ്പെട്ട് തോമസ് ചാണ്ടി പറയുന്നു എൻ്റെ കമ്പനി അല്ല അത്, കമ്പനിയുമായി അകലം. ജോയ്സ് ജോർജ് MP പറയുന്നു അച്ഛനാണ് സ്ഥലം, ഞാനുമായിട്ടല്ല ബന്ധം. കോടിയേരി പറയുന്നു മക്കൾക്കാണ് ഇടപാട്, അച്ഛന് ബന്ധമില്ല. ഇങ്ങനെ അകലത്തിന് പല മാനദണ്ഡങ്ങൾ ഇവർ വയ്ക്കുന്നു. പക്ഷേ അകലം ഓരോ കാര്യത്തിലും ഇവരെ പ്രതിരോധത്തിലാക്കുമ്പോൾ ഇവർ ഒരു തൊടുന്യായം എന്ന നിലയിൽ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ എത്ര കാലം നിൽക്കാൻ കഴിയും ഈ വിഷയത്തിൽ? പണക്കാരോട് അസൂയയാണോ എന്ന് ചോദിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രി അടക്കമുള്ള നേതാക്കളുടെ സമീപനം എന്താണ്? ഇല്ല, അതിൽ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. പക്ഷേ അതിനകത്തുള്ളൊരു പ്രോബ്ലം എനിക്ക് തോന്നുന്നത് 2 തവണയായിട്ട് CPMന്റെ കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച തെറ്റുതിരുത്തൽ രേഖകളുണ്ട്. 90കളുടെ അവസാന കാലത്തും 2000ന്റെ തുടക്കത്തിലൊക്കെ ആയിട്ട് അംഗീകരിച്ച 2 തവണകളായിട്ട് വന്ന തെറ്റുതിരുത്തൽ രേഖകളിൽ വളരെ കൃത്യമായിട്ട് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള വിവാദങ്ങളെക്കുറിച്ചുള്ള അത്തരം കാര്യങ്ങളെ ഒഴിവാക്കണം എന്ന നിർദ്ദേശമുണ്ട്. അത് നേതാക്കളുടെ കുടുംബങ്ങളെ കൂടി ബാധിക്കുന്ന കാര്യങ്ങളാണ്. അവർ പൊതുവിൽ കമ്മ്യൂണിസ്റ്റ് ധാർമ്മികത ഉയർത്തിപ്പിടിക്കണം എന്ന ഒരു നിർദ്ദേശമാണ് തെറ്റുതിരുത്തൽ രേഖ എന്നുള്ള രൂപത്തിൽ ഇപ്പോൾ CPMന്റെ പോളിറ്റ് ബ്യൂറോയും കേന്ദ്ര കമ്മിറ്റിയും ഒക്കെ അംഗീകരിച്ച് താഴെ തലം വരെ റിപ്പോർട്ട് ചെയ്ത രേഖയ്ക്കകത്തുണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും കമ്മ്യൂണിസ്റ്റുകാർ ചർച്ച ചെയ്യേണ്ടത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായി ബന്ധപ്പെട്ട ആളുകൾ ചർച്ച ചെയ്യേണ്ടത്, ഒന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അത്തരം ഒരു തെറ്റുതിരുത്തൽ രേഖ അംഗീകരിക്കേണ്ടി വരുന്നു, അത് താഴെ തലം വരെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു.
രണ്ട്, ആ തെറ്റുതിരുത്തൽ രേഖയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കപ്പെടാതിരിക്കുകയും അതിലെ പല കാര്യങ്ങളും ലംഘിക്കപ്പെടുകയും ചെയ്യുമ്പോൾ എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ആ നിലയ്ക്ക് നടപടിയെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. വേണമെങ്കിൽ നമുക്ക് സീതാറാം യെച്ചൂരിയുടെ കഴിഞ്ഞ ദിവസത്തെ പത്രസമ്മേളനം ഇതിനോട് ചേർത്ത് വായിക്കാവുന്നതാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യമായിട്ട് തന്നെ തെറ്റുതിരുത്തൽ രേഖയുടെ ഉള്ളടക്കത്തിൽ നിന്നുകൊണ്ടുള്ള കാര്യമാണ്. പാർട്ടിയുടെ നേതാക്കൾ ചില കാര്യങ്ങളിൽ കൃത്യമായ അകലം പാലിക്കേണ്ടതുണ്ട്, ചില കാര്യങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട്, ചിലരുടെ സൗഹൃദം വേണ്ടെന്ന് വെക്കേണ്ടതുണ്ട് തുടങ്ങി അദ്ദേഹം ഉറപ്പിച്ചു പറഞ്ഞത് അതാണ്. ഒരുപക്ഷേ CPM-ൻ്റെ കേന്ദ്ര കമ്മിറ്റിക്ക് കിട്ടിയ, പോളിറ്റ് ബ്യൂറോയ്ക്ക് കിട്ടിയ ഒരു പരാതി, അല്ലെങ്കിൽ ജനറൽ സെക്രട്ടറിക്ക് കിട്ടിയ ഒരു പരാതി, ആ പരാതിയിൽ നിന്നാണ് ബിനീഷ് കോടിയേരിയുടെയും ബിനോയ് കോടിയേരിയുടെയും ഒക്കെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. മുൻപാണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം ഏത് പരാതി വന്നാലും അത് താഴേക്ക് വരുന്നില്ല, അല്ലെങ്കിൽ വന്നാൽ തന്നെ അത് ഈ നിലയ്ക്ക് പുറത്താക്കപ്പെടാറുണ്ടായിരുന്നില്ല, കാര്യങ്ങൾ പുറത്തു വരാറുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നത്തെ സവിശേഷമായ സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് ഒരു പാർട്ടി കോൺഗ്രസ്സിന് മുൻപേ നിൽക്കുന്ന ഘട്ടത്തിൽ ജനറൽ സെക്രട്ടറിയും കേരളത്തിലെ പാർട്ടിയും തമ്മിൽ വലിയ ഒരു ആശയപരവും രാഷ്ട്രീയമായ സമരം നടക്കുന്ന ഘട്ടത്തിൽ ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നതിന് വലിയ പ്രാധാന്യമുണ്ട്. CPM-നെ സംബന്ധിച്ച് രാഷ്ട്രീയമായിട്ട് ആ കാര്യമാണ് ചർച്ച ചെയ്യപ്പെടുകയും അതാണ് ഒരുപക്ഷെ ജനങ്ങൾക്ക് കൂടുതൽ താല്പര്യമുണ്ടാകുന്ന വിഷയമെന്നാണ് ഞാൻ കരുതുന്നത്. ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മറ്റേതെങ്കിലും പാർട്ടിയുമായി താരതമ്യം ചെയ്തല്ല CPM പ്രതിരോധത്തിലാകുന്നത്. CPM-മായി ബന്ധപ്പെട്ട് തന്നെ നിങ്ങൾ CPM-നെ താരതമ്യം ചെയ്തുകൊണ്ടാണ്. അനിലായാലും ജ്യോതിയായാലും ഇപ്പോൾ ഈ തെറ്റുതിരുത്തൽ രേഖ എന്ന് പറയുന്നത് CPM-ൻ്റെ തന്നെയാണ്. എന്ന് മാത്രമല്ല, യെച്ചൂരി കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ സ്വത്ത് വിവരം വെളിപ്പെടുത്തേണ്ടതുണ്ട് പാർട്ടിയുണ്ട് എന്ന് വെച്ചാൽ കോടിയേരിയും കോടിയേരിയുടെ ഭാര്യയും, എല്ലാ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും അവരുടെ ഭാര്യയും, മക്കൾ അതിൽ വരുന്നില്ല. അപ്പോൾ അത്രയും സുതാര്യതയുണ്ട്. ചുരുക്കത്തിൽ CPM-നെ അടിക്കാൻ നിങ്ങളുടെ കയ്യിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് CPM എന്നത് തന്നെയാണ്. ഞാൻ പറയട്ടെ വേണു, ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഷംസീർ പറഞ്ഞ 1-2 കാര്യങ്ങൾക്ക് മറുപടി പറയാനുണ്ട്. തിരുവനന്തപുരം DCC ഓഫീസിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും ഇവിടെ ഉണ്ടായിട്ടേയില്ല. അത് തെറ്റാണ്. ചിരിച്ചിട്ട് കാര്യമില്ലല്ലോ, വെറുതെ ഇങ്ങനെ വിളിക്കപ്പെടുന്നത് ചിരിച്ചിട്ട് കാര്യമില്ല. ഇവിടെ ഉണ്ടായിട്ടുള്ള രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ടൊരു തർക്കം ഉണ്ടായിരുന്നു. ആ തർക്കം അവിടെ പൈസ കൊടുക്കാനുണ്ട്. ഇപ്പോഴും ഞങ്ങൾ കോടികൾ ബാധ്യതയുണ്ട് ഞങ്ങൾക്ക്. അതിൽ കോടികൾ ബാങ്കിൽ ബാധ്യതയുണ്ട്. അത് തർക്കമില്ലാത്ത കാര്യമാണ്. പിന്നെ കേസൊന്നുമില്ല, ഒരു കേസും ഇല്ല. ചുമ്മാ ചിരിച്ചും പറഞ്ഞിട്ട് കാര്യമില്ല. കാര്യങ്ങൾ പറയുമ്പോൾ വസ്തു വേണം. അതിന് പിന്നെ എന്തെങ്കിലും പറയുമ്പോൾ അല്ല, അതെ, ഞങ്ങൾ പറയുന്നില്ല, വസ്തു വെച്ചിട്ടാണ്. എന്താ ഞാൻ ചോദിക്കട്ടെ, ബിനോയ് കോടിയേരിക്കെതിരെ കേസില്ലേ? ഞങ്ങൾ പറഞ്ഞ വസ്തുതയല്ലേ? ബിനീഷ് കോടിയേരിക്കെതിരെ കേസില്ലേ? ഞങ്ങൾ പറഞ്ഞ വസ്തുതയല്ലേ? വിജയൻപിള്ളയുടെ മകനെതിരെ കേസില്ലേ? ഞങ്ങൾ പറഞ്ഞ വസ്തുതയല്ലേ? EP ജയരാജന്റെ മകനെതിരെ കേസില്ലേ? ഞങ്ങൾ പറഞ്ഞ വസ്തുതയല്ലേ? ഒരിക്കലും ഇല്ല. ഇത്രയും നാളെ നിങ്ങളാരും കണ്ടുപിടിച്ചില്ലല്ലോ. വേണുരിക്കുന്ന ഈ മാതൃഭൂമി കണ്ടുപിടിച്ചില്ലല്ലോ. ഞങ്ങൾ പറയേണ്ടി വന്നല്ലോ. കേരളത്തിൽ സോണിയാഗാന്ധിക്കെതിരെ ചെക്ക് കേസ് വന്നു എന്ന്. സോണിയാഗാന്ധി തട്ടിപ്പുകാരിക്കെതിരെ കരാറുകാരൻ കേസ് കൊടുത്ത സോണിയാഗാന്ധിക്കെതിരെ സോണിയാഗാന്ധിക്കെതിരെ കേസുണ്ട്. ഒടുവിൽ നിങ്ങൾ ഇടപെട്ട് സെറ്റിൽ ചെയ്തു. അത് തന്നെയാണ് വിഷയം. ഇതൊക്കെ ഉത്തരം മുട്ടുമ്പോ മുമ്പേ പറഞ്ഞ എന്നോടാണ് ചോദ്യം. ഞാൻ ഇവിടെ വ്യക്തമായിട്ട് രാഹുൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പരാതി വന്നിരുന്നു. ആ പരാതി പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരാൾ പരാതി പറഞ്ഞു ഞങ്ങൾ പൈസ ഇട്ടാണെന്ന് പറഞ്ഞു, ഞങ്ങൾ കൊടുത്തു, പരിഹരിച്ചു. അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടെ എന്താ വിഷയം? ഇവിടെ അദ്ദേഹം പറഞ്ഞ 1-2 വിഷയങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞത് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ ഇവിടെ ഒരു പാർട്ടിക്ക് ഒരു സിസ്റ്റമുണ്ട്. അതിന് മുമ്പ് നമ്മൾ ശ്രദ്ധിക്കുന്നത് EP ജയരാജൻ എന്ന് പറഞ്ഞൊരു വാചകമുണ്ട്. എൻ്റെ മക്കൾ ആരോടും വായ്പ വാങ്ങിയിട്ടില്ല. പിന്നെ ആരുടെ മക്കളാണ് വാങ്ങിയിട്ടുള്ളത്? കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കളാണ്. അത് പറയാതെ പറഞ്ഞ ഏതാണ്? ഇന്റേണൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. അത് മറന്നു പോകരുത്. ഇനി മക്കൾ തമ്മിൽ പറയുന്നതാണ്, ഞങ്ങൾ കടലിൽ കുളിച്ചവരാണ്, ഞങ്ങളെ കുളത്തിൻ്റെ ആഴം കാണിച്ച് പേടിപ്പിക്കരുത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇതിനേക്കാൾ വലിയ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്. ഈ തട്ടിപ്പൊക്കെ ഞങ്ങൾ ചെറിയ സാധനമാണെന്നാണ് അവർ പറയുന്നത്. അതും നമുക്ക് മനസ്സിലാവും. അത് നിൽക്കട്ടെ. ഇപ്പോൾ ഷംസീർ പറയുന്നത് ഇതിനകത്ത് വേറെ എന്താ വിഷയം? വേണു ചോദിച്ച ചോദ്യത്തിന് ഒറ്റ മറുപടി ഞാൻ പറയാം. പിതാക്കന്മാർ അവിടെയാണ് വൈരുദ്ധ്യം. പിതാക്കന്മാർ സാമ്രാജ്യത്വ വിരുദ്ധ പ്രസംഗം നടത്തുമ്പോൾ മക്കൾ കോടീശ്വരന്മാരാകുന്നു. അവിടെയാണ് പ്രശ്നം. അത് നമ്മൾ കാണാതിരുന്നിട്ട് കാര്യമുണ്ടോ? മറ്റൊന്ന്, ഇദ്ദേഹം പറഞ്ഞു മൂല്യങ്ങൾ എന്ത് പറഞ്ഞു. നിങ്ങളിപ്പോൾ മാധ്യമങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. ഷംസീറിൻ്റെ നേതാവ് പിണറായി വിജയൻ ഇന്ന് അസംബ്ലിയിൽ പറഞ്ഞോ? നിങ്ങൾ ഒരു വാചകം പറഞ്ഞു ഇന്നലെ കോടിയേരി കരുനാഗപ്പള്ളി സബ് കോടതിയുടെ ജഡ്ജ്മെൻറ്റിനെതിരായിട്ട്? ഇത്തരത്തിൽ മാധ്യമങ്ങളുടെ വായടച്ചതിനെതിരായിട്ട് നിങ്ങൾക്ക് ഒരു വാചകം പറയാൻ കഴിഞ്ഞു. എന്തുകൊണ്ടാണ്? അത് വരുന്നത് കോടിയേരി ബാലകൃഷ്ണനെതിരെയും ഈ പറയുന്ന വിജയൻപിള്ളക്കെതിരെ ഞങ്ങൾ പോയിട്ടുണ്ട്. സോണിയാഗാന്ധി ചെക്ക് കേസിൽ പ്രതിയായി സമ്മതിച്ചല്ലോ.
ഞാൻ സംസാരിച്ചു സമ്മതിച്ചു. വിവരക്കേട്, നിങ്ങൾ ശുദ്ധ പോയിട്ടുണ്ട്. വിവരക്കേട്, അതെ, നിങ്ങൾക്കെതിരെ അസംബന്ധം. നിങ്ങൾക്കെതിരെ ഉന്നയിക്കുന്ന ഉത്തരം വിവരക്കേട്. ഉമ്മൻചാണ്ടി ഹൈക്കോടതിയിൽ പോയി മാധ്യമങ്ങൾക്കെതിരായിട്ടുള്ള ഉത്തരവ് വാങ്ങിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ദുഷ്പ്രചരണങ്ങൾ നടത്തുന്നതുകൊണ്ട് ഇവിടെ ഞാൻ പറയാം ഇല്ലാത്ത രാഹുൽ കൃഷ്ണയും ചെയ്തത്. ഞാൻ പറഞ്ഞതല്ല, രാഹുൽ കൃഷ്ണൻ അല്ല ചെയ്തിരിക്കുന്നത്. വാദിച്ച് കേസ് വിളിക്കേണ്ട അവിടെ ജോലി കേസ് പറഞ്ഞു. നിലനിൽക്കുകയാണ്. അവിടെ വിജയൻ പിള്ളയെ ഞാൻ പറയാം, സലീം അവിടെ കേസ് വാദിച്ച് കേസ് നിലനിൽക്കുകയാണ്. അദ്ദേഹത്തിനെതിരെ മാവേലിക്കര കോടതി കേസുണ്ടോ ഇല്ലെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ചെക്ക് കേസുണ്ടോ? ഇനി ഈ ഷംസീർ പറയുന്നു സോണിയാഗാന്ധിക്കെതിരെ ചെക്കുണ്ടായിരുന്നു. ചെക്ക് കേസ് ഉണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ സംഘടനാ പ്രവർത്തനം അവസാനിപ്പിക്കും. ശരി, ശരി, ശരി. ഒരു കാര്യം കൂടെ. ഹർത്താലിനെതിരെ പ്രസംഗിച്ചവരല്ല നിങ്ങൾ. നിങ്ങളുടെ വാക്കിന് വല്ല ക്രെഡിബിലിറ്റി ഉണ്ടോ? നിങ്ങളും ബിനോയ് വരും, ബിനീഷ് പോകും. ശരിയാണ്, പക്ഷേ ഇത് ആരുടെ ചെലവിൽ? അതാണ് കേരളീയ സമൂഹം പറയുന്നത്. ഇടവേളയ്ക്ക് ശേഷം തിരികെ എത്താം. സൂപ്പർ പ്രൈം ടൈം അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ ഷംസീർ, ഇവിടെ ഈ നിയമസഭയ്ക്കോ ഈ സർക്കാരിനോ ഒന്നും ചെയ്യാനില്ലാത്ത കാര്യമാണ് എന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അനിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. അനിലക്കര പിണറായി വിജയൻ്റെ പോലീസാണ് വിജയൻപിള്ളയുടെ മകനെതിരെ FIR ഇട്ടിരിക്കുന്നത് എന്ന് മാത്രമല്ല, ആ കോടതി നടപടികളുടെ രേഖകൾ പരിശോധിച്ചാൽ അതിൽ കാണാൻ കഴിയുന്നൊരു കാര്യം ഈ ശ്രീജിത്ത് പറഞ്ഞിരിക്കുന്നത് വിജയൻപിള്ളയുടെ തെരഞ്ഞെടുപ്പ് ചെലവുമായി ബന്ധപ്പെട്ട കുറച്ച് പണമിടപാടുകൾ വേണ്ടി വന്നതിൻ്റെ ബുദ്ധിമുട്ട് കാരണമാണ് അവിടുത്തെ സാമ്പത്തിക ഇടപാട് തീർക്കാൻ കഴിയാതിരുന്നത് എന്ന്. അപ്പോൾ ഇതൊക്കെ തെരഞ്ഞെടുപ്പുമായി തെരഞ്ഞെടുക്കപ്പെടലുമായി ഒക്കെ ബന്ധമുള്ളതാണ്. ഇവിടെ FIR ഇട്ടിരിക്കുകയാണ് നിങ്ങളുടെ സർക്കാർ. അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയണം. നിങ്ങളുടെ ഈ ചാനലുകളുടെ ഈ ആക്രമണത്തിൻ്റെ രീതി അതിൻ്റെ ഒരു ഇരയാണ് ഞാൻ. 2014 പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ വടകരയിൽ ജയിച്ചു നിൽക്കുന്ന സമയത്താണ് നിങ്ങളൊരു സ്റ്റോറി കൊണ്ടുവന്നത്. TP ചന്ദ്രശേഖരൻ കൊലപാതകത്തിൽ എനിക്ക് ബന്ധം. മാതൃഭൂമിയായിരുന്നു ബ്രേക്ക് ചെയ്തത്. മാതൃഭൂമി ബ്രേക്ക് ചെയ്തപ്പോൾ പിന്നെ എല്ലാവരും കൂടി എൻ്റെ മേലെ പെരടി പാഞ്ഞു കയറി. കൊലപാതക സംഘത്തിൻ്റെ തലവൻ ഇയാളാണ് ഉത്തരവ് കൊടുത്തത്. അതിൻ്റെ ആത്യന്തിക ഫലം എന്തായി? ജയിച്ച ഞാൻ 3000 വോട്ടിന് തോറ്റു. എന്നെ തോൽപ്പിച്ചു. ഈ നിമിഷം വരെ 2018 എത്തി, 2016 വരെ ഉമ്മൻചാണ്ടിയെ ഭരിച്ചത്. എന്നൊരു ചോദ്യം ചെയ്യാനങ്ങ് വിളിച്ചോ? ഒന്ന് നിങ്ങളോട് ചോദിക്കണം. ഇല്ലല്ലോ. അപ്പം നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിൻ്റെ ഭാഗം എങ്ങനെയാണ്? നിങ്ങൾ എന്നെ കൊലപാതകയാക്കി സമൂഹത്തിൽ ചിത്രീകരിച്ചു. തെരഞ്ഞെടുപ്പിൽ എന്നെ തോൽപ്പിച്ചു. ഒരു പോലീസ് ഒരു 10 മിനിറ്റെങ്കിലും ഷംസീർ ഒന്ന് കാണണം, ചില ചോദ്യങ്ങൾ അറിയാണ്ട് ചോദിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇതാണ് നിങ്ങളുടെ രീതി. നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യണം. ബ്രേക്ക് ചെയ്ത് മറ്റുള്ളവർക്ക് എത്ര മുറിവേൽക്കും നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. അത് എൻ്റെ അനുഭവമാണെങ്കിൽ ഇതേ രീതിയാണ് നിങ്ങളിപ്പോൾ കോടിയോട് തുടരുന്നത്. ബിനോയ് ഗൾഫിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആരും ചാനലും കൊണ്ട് പോയില്ലല്ലോ. ബിനോയുടെ പുറകെ പോയിട്ടില്ല. ഇനി ബിനോയ് വന്നോട്ടെ, നിങ്ങൾ പോയില്ല. നിങ്ങളുടെ രീതി എങ്ങനെയാണ്? കാരണം അത് നിങ്ങൾക്ക് വാർത്തയല്ല. അപ്പോൾ ഈ രീതി നിങ്ങൾ അവസാനിപ്പിക്കണം. ഇനി സ്വത്തുവിവരമൊക്കെ ഞാൻ ഉൾപ്പെടെ കൊടുക്കുന്നതാണ്. പാർട്ടിക്ക് രീതിയുണ്ട്. ഞാൻ പാർട്ടിയുടെ വെറും ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. ഏരിയ കമ്മിറ്റി പ്രവർത്തിക്കുന്ന ഘട്ടം മുതൽ ഞങ്ങളുടെ അസറ്റ്സ് കൊടുക്കുന്നത്. ഞങ്ങളുടെ രീതി എങ്ങനെയാണ്? കോൺഗ്രസിന് വ്യത്യസ്തമാണ്. അത് മാത്രമല്ല, ഇവിടെ അദ്ദേഹം പറഞ്ഞു സോണിയ കേസുണ്ടല്ലോ. ഞാനിത് പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും പറയൂ വിവരം? സോണിയാഗാന്ധിക്കെതിരെ വന്ന നിങ്ങൾ ആരും റീഓപ്പൺ ചെയ്യുന്നില്ലല്ലോ. 414 കോടി രൂപയുടെ യങ് ഇന്ത്യയുടെ കേസ്, യങ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കേസ്, ചെക്ക് കേസ് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരെ ഉണ്ട്. അതുപോലെ ഹരിഹരൻ എങ്ങനെ ദേശാന്തി പുറത്തായത്? വിശുദ്ധനായി സംസാരിക്കല്ലോ ഇവിടെ ഇരുന്നിട്ട്. നിങ്ങൾ എങ്ങനെ ദേശാന്തി പുറത്തായത്? എന്നെ കൊണ്ട് പറയിക്കണം. ഞാനത് പറയണ്ട. അതുകൊണ്ട് നിങ്ങൾ വലിയ വിശുദ്ധ പശു ആവാൻ ശ്രമിക്കൊന്നും വേണ്ട. ഹരിഹര, നിങ്ങളുടെ എല്ലാ കഥയും ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഇങ്ങനെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കഥ ഞങ്ങൾ ഓരോന്നും വിളിച്ചു പറയും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് TV ചർച്ചക്കകത്ത് തന്നെ വന്നിരിക്കാൻ പറ്റില്ല. കാരണം ഈ അത്യാവശ്യം TV ചർച്ചക്കകത്ത് ഇരിക്കുന്നുണ്ടല്ലോ നിങ്ങൾ ആളുകൾ അറിയുന്നത്. എന്തുകൊണ്ട് നിങ്ങളുടെ സർക്കാർ FIR ഇട്ടിരിക്കുന്ന ഒരു വിഷയം രീതിയല്ല. പിന്നെ പിണറായി വിജയന്റെ സർക്കാർ ആരെങ്കിലും അവിഹിതമായി സംരക്ഷിക്കും, സഹായിക്കും എന്നാരെങ്കിലും വിശ്വസിക്കുന്നത് തെറ്റാണ്. അത്തരത്തിൽ തെറ്റായ പ്രവണത ആര് സ്വീകരിച്ചാലും അത്തരക്കാർക്ക് നടപടി സ്വീകരിക്കും. ഒരു സംശയവും വേണ്ട. ഇവിടെ ഈ പറയുന്ന കേസ് നിങ്ങൾ പുകമറ സൃഷ്ടിക്കുകയാണ് ബിനോയ്ക്കെതിരെ, കോടിയേരിക്കെതിരെ. നിങ്ങൾ ആദ്യം പറഞ്ഞു 13 കോടി. ഒരു സിനിമയിൽ ഡയലോഗുണ്ട്, ആശാന്റെ കാല് തല്ലിയടിച്ച ഗോപാലകൃഷ്ണൻ ആശാൻ പുറത്തിരിക്കുന്നു. അതുപോലെ രാഹുൽ കൃഷ്ണ 11.75 CR കട്ട് ചെയ്ത് കൊടുത്തു. വേണ്ട മോനെ, വെറും 1 ഇത്ര മതി എന്ന് പറഞ്ഞിരിക്കുക. എന്തൊക്കെയാ നിങ്ങൾ പറഞ്ഞു? ഓഡി കാർ. ഇപ്പോൾ ഓഡി കാർഡ് പോയി. ഓഡി കാർഡ് ചിത്രത്തിലില്ല. നിങ്ങൾ ഇത്രയും ഇപ്പോൾ അനിലക്കര വന്നിട്ട് പറഞ്ഞു 148 കോടി, അവിടെ 58 കോടി, ഇപ്പുറത്ത് എല്ലാം കൂടി 1500 കോടിയായി. ഇത്രയും ദിവസം നിങ്ങൾ ബിനോയിയെ മാത്രം ആക്രമിച്ചു, ഇപ്പം കോടിയേരിയെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ രീതി ഇങ്ങനെയാണ്. അസാസിനേഷനാണ്, ഇതെന്തായാലും അറബി വിവാദത്തിലൂടെയല്ല
അറബി വിവാദത്തിലൂടെയല്ല ഈ വ്യക്തിഹത്യ എന്ന് ഷംസീർ ആരോപിക്കുന്ന ആക്ഷേപം ഉയർന്നിരിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ അതൊരു രാഷ്ട്രീയ ലാക്കുള്ള ആരോപണം മാത്രമാണ്. വളരെയധികം നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.